ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഞാനിന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഞങ്ങളുടെ വീട്ടിൽ ഇലിമ്പിപ്പുളിയുണ്ട്. ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത്. ഇവിടെ ഇലിമ്പിപ്പുളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇലിമ്പിപ്പുളി തണ്ട മരം നിറച്ച് പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ പതിയെ പറമ്പിലേക്ക് ഇറങ്ങി കുറച്ച് ഇലിമ്പിപ്പുളിയൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പയ്യെ കാന്താരിയുടെ അടുത്തോട്ട് പോയി. കാന്താരിയും ഞങ്ങളുടെ കയ്യത്തുണ്ട്. അപ്പം കാന്താരി പറിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ഞാൻ കൃഷി ചെയ്തേ, നിങ്ങളെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കുറേ കാന്താരിയും കൂടെ പറിച്ചു. അതും കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ട് വെച്ചു. കണ്ടോ, പച്ചക്കാന്താരി ഉണ്ടായിരുന്നു, വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു, കുറച്ചേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ പറമ്പിൽ പോയി അടുത്തത് കറിവേപ്പില വെച്ച്. കണ്ടോ, കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ പിച്ചിക്കൊണ്ട് വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മത്തി പീര പറ്റിക്കാൻ പോവുക. അപ്പോൾ അതിന് വേണ്ടുന്നത് കാന്താരി, ഉള്ളി, പുളി, ഉപ്പ്, തേങ്ങ ചിരികിയത്, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അത് ഞാൻ എന്ത് ചെയ്ത് ഒന്ന് ചതച്ചെടുത്തു. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം, മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ ചതച്ചെടുത്തേച്ച് ഇലിമ്പിപ്പുളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വെച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മത്തിയും തേങ്ങയും ഈ സാധനങ്ങളെല്ലാം കൂടെ നല്ലവണ്ണം ഞവടി മിക്സ് ചെയ്ത് അടുപ്പേ വെച്ചിട്ട് അത് തിളയ്ക്കാൻ വെച്ചു. തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്യുന്നില്ല, 2 കറിവേപ്പില തണ്ട് കൂടെ ഇട്ട് കൊടുത്ത് ഇറക്കി വെക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.